Good morning. Today we can see what is a periodic analog signal. In the last session we have already seen what is a periodic signal. So periodic signal is a signal which completes a particular pattern within a measurable time, and it repeats that pattern in subsequent periods. അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത്. ഇനി ഒരു സിമ്പിൾ പീരിയോഡിക് അനലോഗ് സിഗ്നലിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ കാണുന്ന ഒരു സൈൻ വേവ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ സൈൻ വേവ്. അപ്പോൾ സൈൻ വേവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് 3 ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. ഒരു 3 പാരാമീറ്റേഴ്സിലാണ് ഒരു സൈൻ വേവ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിനകത്ത് 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് ഫേസ്. ഓക്കെ, സോ ലെറ്റ് us discuss what is amplitude, frequency and phase. So amplitude, peak amplitude or simply amplitude of a signal is the absolute value of the highest intensity. അപ്പോൾ ഈ ഒരു സിഗ്നലിൽ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഹയസ്റ്റ് ഈ ക്രസ്റ്റിൽ വരുന്ന ഏറ്റവും ക്രസ്റ്റിൽ വരുന്ന ഏറ്റവും ഹയസ്റ്റ് പീക്കിൽ വരുന്ന ഒരു ഇൻറ്റൻസിറ്റി വാല്യൂ ആണ് ഈ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിഗ്നൽ നോക്കുക, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ എന്ന് പറയുന്നത് 4 ആണ് ഇവിടെ. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി വാല്യൂ എന്ന് പറയുന്നത് -4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മൈനസ് എന്നുള്ള വാല്യൂ എടുക്കത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4. ഓക്കെ, അപ്പോൾ സിഗ്നൽ എത്ര ഹൈ പീക്കിൽ പോകുന്നുണ്ടോ അതിൻ്റെ മെഷറാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. Okay, so peak amplitude of the signal is the absolute value of the highest intensity. Here the highest intensity value is 4. 4 വരെ പോകത്തുള്ളൂ, മാക്സിമം 4. പിന്നെ അത് 4 പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും കുറഞ്ഞു വരും. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് amplitude of a signal. Next is a very important topic, period and frequency. Okay, there is a large confusion exists between period and frequency. So what is a period and what is a frequency? So period is nothing but the amount of time in seconds a signal needs to complete one cycle. What do you mean by one cycle? This is called one cycle. ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം എന്താണ്? ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് പീരീഡ്. അപ്പോൾ ആ പീരീഡിന് നമ്മൾ സെക്കൻഡ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് പീരീഡ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ സെക്കൻഡ്സ്. Okay, that is why it is given like this. Period refers to the amount of time in seconds a signal need to complete one cycle. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, that is known as period. Okay, this time is represented in second. Clear? That is known as period. Next is frequency. Frequency എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ വരുന്നുണ്ട് എന്നുള്ള കണക്കാണ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 സെക്കൻഡിൽ ഹൗ മെനി നമ്പർ ഓഫ് സൈക്കിൾസ് ആർ ഒക്കറിങ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി. ക്ലിയർ? അപ്പോൾ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എത്രയാണ് ഇൻ സെക്കൻഡ്, ദാറ്റ് ഈസ് നോൺ ആസ് പീരീഡ്. ഫ്രീക്വൻസി ഈസ് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് വരുന്നുണ്ട് എന്നുള്ളതാണ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. So frequency refers to the number of cycles in 1 second. ഒരു സെക്കൻഡിൽ ഉള്ള എത്ര സൈക്കിൾസ് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇനി there is one relation between period and frequency. This period is inversely proportional to frequency and frequency is inversely proportional to period. ഓക്കെ, അതായത് പീരീഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയും, പീരീഡ് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഓക്കെ, അതാണ് ഇതിൻ്റെ ബേസിക് ഒരു റിലേഷൻ എന്ന് പറയുന്നത്. സോ പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ടൈം പീരീഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടൈം പീരീഡ് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി ലോ ആയിരിക്കും. ഓക്കെ, ടൈം പീരീഡ് കുറവാണെങ്കിൽ ഫ്രീക്വൻസി വിൽ ബി ഹൈ. അതാണ് സംഭവം. സോ പീരീഡ് ഈസ് ഫോർമലി, അപ്പോൾ ആ റിലേഷനാണ് ഈ പറയുന്നത് എഫ് ഈക്വൽ ടു 1/t. അപ്പോൾ എഫിനെ നമുക്ക് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1/t അല്ലെങ്കിൽ t ഈക്വൽ ടു 1/f എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പീരീഡ് ഈസ് ഫോർമലി എക്സ്പ്രസ്ഡ് ഇൻ സെക്കൻഡ്സ്. പീരീഡ് നമുക്ക് സെക്കൻഡ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഫ്രീക്വൻസി ഈസ് ഫോർമലി റെപ്രസെൻറ്റ് ഹെർട്സ്. അപ്പോൾ പീരീഡ് എപ്പോഴും നമ്മൾ സെക്കൻഡിലാണ് പറയുന്നത്, ഫ്രീക്വൻസി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹെർട്സിലാണ്. ഓക്കെ, അപ്പോൾ പീരീഡിൻ്റെ യൂണിറ്റ് ഈസ് സെക്കൻഡ്സ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഈസ് ഹെർട്സ്. ഓക്കെ, ഇതാണ് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഇൻ സെക്കൻഡ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് പീരീഡ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഫ്രീക്വൻസി. ഇപ്പോൾ ഈ ഫിഗറിൽ കണ്ടോ, 3 സൈക്കിളാണ് വരുന്നത്. ഫസ്റ്റ് സൈക്കിൾ, സെക്കൻഡ് സൈക്കിൾ ആൻഡ് തേർഡ് സൈക്കിൾ. അപ്പോൾ ഒരു സെക്കൻഡിൽ 3 സൈക്കിളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, ഇതാണ് പീരീഡ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ സെക്കൻഡ്. ഓക്കെ, ആൻഡ് പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, and frequency is inversely proportional to period. F equal to 1 by t, t equal to 1 by f. Okay, there is another figure. Actually this is a figure taken from the text. ഇവിടെ നോക്കുക, ഫസ്റ്റ് ഫിഗർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സെക്കൻഡിൽ നമുക്ക് എത്ര സൈക്കിൾ വരുന്നുണ്ടോ ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, 1 ഫസ്റ്റ് സൈക്കിൾ, സെക്കൻഡ് സൈക്കിൾ, തേർഡ് സൈക്കിൾ, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ 12 സൈക്കിൾസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 12. ഓക്കെ, 12 ഹെർട്സ് ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി. ഉണ്ടോ, ഫ്രീക്വൻസി ഈസ് 12. അപ്പോൾ ഇവിടുത്തെ ടൈം പീരീഡ് എന്താണ്? പീരീഡ് എത്രയാണ്? ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഈസ് ദ പീരീഡ്. അപ്പോൾ ഫ്രീക്വൻസി നമുക്കറിയാം 12. സോ ടൈം വിൽ ബി 1/12 അല്ലേ? ടൈം ഈക്വൽ ടു 1/f ആണെന്നുള്ള നമുക്കറിയാം. ഓക്കെ, സോ പീരീഡ് ഈക്വൽ ടു അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/12 സെക്കൻഡ്. ഓക്കെ, ലുക്ക് അറ്റ് ഹിയർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര സൈക്കിളുണ്ട്? ഇവിടെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6 സൈക്കിൾസ്. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ഹെർട്സ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/6 ആണ്, 1/6 സെക്കൻഡ്സ്. ഓക്കെ, സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പീരീഡ് ആൻഡ് എ ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ഓഫ് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടാബുലർ ഫോമിൽ നമുക്ക് പീരീഡിൻ്റെയും ഫ്രീക്വൻസിയുടെയും യൂണിറ്റുകളും അതിൻ്റെ കൺവേർഷനും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, പീരീഡ് ഇത് സെക്കൻഡ്സ്, 1 സെക്കൻഡാണ്. അപ്പം ഒരു സെക്കൻഡ് അപ്പം മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻³ സെക്കൻഡ്. മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻⁶ സെക്കൻഡ്. നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁹ സെക്കൻഡ്. പൈക്കോ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻12 സെക്കൻഡ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡിനെ നമുക്ക് മൈക്രോ സെക്കൻഡ് ആക്കാനായിട്ട് നമ്മൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? സെക്കൻഡിന് നമുക്ക് മൈക്രോ സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ മൾട്ടിപ്ലൈ ബൈ 10⁻³ അല്ലെങ്കിൽ സെക്കൻഡിനെ നാനോ സെക്കൻഡ് ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 10⁻⁹. ഓക്കെ, നെക്സ്റ്റ് ഹേർട്സ്. ഇവിടെ ഫ്രീക്വൻസിയുടെ കാര്യമാണ്. ഹേർട്സ് 1 Hz എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കിലോ ഹേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻³ ഹേർട്സ്. ഓക്കെ, ഇപ്പോൾ 1 കിലോ ഹേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻³ ഹേർട്സ്. 1 മെഗാ ഹേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻�6 ഹേർട്സ്. ഗിഗാ ഹേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻⁹ ഹേർട്സ്. 1 ടെറാ ഹേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻12 ഹേർട്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ്. അപ്പോൾ ഒരു ഹേർട്സിന് നമുക്ക് മെഗാ ഹേർട്സിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താണ്? ഹേർട്സ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അതിനെ മെഗാ ഹേർട്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൂടിയൊരു യൂണിറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക്
സെക്കൻഡിന് നമുക്ക് നാനോ സെക്കൻഡ് ആക്കണം, അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം സെക്കൻഡ് എന്ന് പറയുന്നത് വലിയ യൂണിറ്റാണ്, മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റാണ്. അപ്പോൾ അതിലോട്ട് മാറ്റണമെങ്കിൽ വിൽ ബി മൾട്ടിപ്ലൈങ് ഇറ്റ് ബൈ 10⁶. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. The power we use at home has a frequency of 60 Hz. The period of the sine wave can be determined as follows. ഓക്കെ, അപ്പം നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, പീരീഡ് കണ്ടുപിടിക്കണം. പീരീഡ് ടി എന്താണ്? ടി ഈക്വൽ ടു 1/f ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 1/60 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് 1/60. ആൻസർ ഈസ് 0.116. 0.0116 ഈസ് ദ ആൻസർ. 0.0116 സെക്കൻഡിലാണ് നമുക്ക് കിട്ടുന്നത്. ടൈം പീരീഡ് എപ്പോഴും സെക്കൻഡിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കതിനെ നമുക്ക് മില്ലി സെക്കൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ സെക്കൻഡിന് മില്ലി സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? ആ ടേബിൾ നോക്കുക, സെക്കൻഡിന് മില്ലി സെക്കൻഡ് ആക്കണം. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ യൂണിറ്റാണ്, അതിന് മില്ലി സെക്കൻഡ് ആക്കണം, ചെറിയ യൂണിറ്റിലോട്ട് മാറ്റണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈങ് ഇറ്റ് ബൈ 10⁻³ വിൽ ബി മൾട്ടിപ്ലൈങ് 10⁻³ ഓക്കെ. സോ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് മില്ലി സെക്കൻഡ്. സോ ദ ആൻസർ ഈസ് 16.6 മില്ലി സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് express the period of 100 millisecond in microsecond. ഓക്കെ, 100 മില്ലിസെക്കൻഡിനെ നമുക്ക് മൈക്രോ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മില്ലി സെക്കൻഡ് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 100 മില്ലിസെക്കൻഡിനെ നമുക്ക് സെക്കൻഡ് ആക്കാം. അപ്പോൾ ഒരു മില്ലി സെക്കൻഡിനെ സെക്കൻഡ് എങ്ങനെ ആക്കുന്നത്? മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റാണ്, അതിന് നമുക്ക് സെക്കൻഡ് ആക്കണം. ഓക്കെ, നമുക്ക് വലിയൊരു യൂണിറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അല്ലേ? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കണ്ടോ? 100 × 10⁻³ ഓക്കെ, അപ്പോൾ ഇത്രയും സെക്കൻഡായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമുക്കിതിനെ മൈക്രോ സെക്കൻഡ് ആക്കണം, സെക്കൻഡിന് മൈക്രോ സെക്കൻഡ് ആക്കണം. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് വലിയ യൂണിറ്റാണ്, അതിന് നമുക്ക് മൈക്രോ സെക്കൻഡ് ആക്കണം, ചെറിയ യൂണിറ്റിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വലിയ യൂണിറ്റും മൈക്രോ സെക്കൻഡ് ചെറിയ യൂണിറ്റുമാണ്. സോ വിൽ ബി മൾട്ടിപ്ലൈങ് ഇറ്റ് ബൈ 10⁻⁶. ഓക്കെ, കണ്ടോ? അപ്പം ഈ സെക്കൻഡിൽ കിട്ടിയ സാധനത്തിന് നമ്മൾ 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് മൈക്രോ സെക്കൻഡ്. ഓക്കെ, അപ്പം 100നെ നമുക്ക് 10² ആയിട്ട് എഴുതി, ഇത് 10⁻³ മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁶. ഓക്കെ, സോ ദ ആൻസർ ഈസ് 10⁵ മൈക്രോ സെക്കൻഡ്. Okay, now let us see another example. The period of the signal is 100 millisecond. What is the frequency in kilohertz? അപ്പോൾ നമുക്ക് പീരീഡ് തന്നിട്ടുണ്ട്, നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം മില്ലി സെക്കൻഡിലാണ് എന്താ തന്നിരിക്കുന്നത്? ടൈം പീരീഡ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് സെക്കൻഡിലോട്ടാക്കിയിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡിലോട്ട് ആക്കിയിട്ടേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം മില്ലി സെക്കൻഡിനെ സെക്കൻഡ് ആക്കുക. മില്ലി സെക്കൻഡ് ചെറിയ യൂണിറ്റും സെക്കൻഡ് വലിയ യൂണിറ്റുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? എഗെയിൻ വി ലുക്ക് അറ്റ് ദ ടേബിൾ. മില്ലി സെക്കൻഡിനെ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് 10⁻⁻1. അപ്പോൾ 100 മില്ലിസെക്കൻഡിനെ നമ്മൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇറ്റ് ബിക്കെയിം 10⁻⁻1 സെക്കൻഡ്. ഇനി ഇതിനെ നമ്മൾ ഹെർട്സ് ആക്കുന്നു, ഇതിനെ നമ്മൾ ഫ്രീക്വൻസി ആക്കുന്നു. ഫ്രീക്വൻസി ഈസ് 1/t, 1/10⁻⁻1, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഹെർട്സ്. തീർന്നില്ല, നമ്മൾ ആ ഹേർട്സിനെ കിലോ ഹേർട്സിലോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹേർട്സ് എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റും കിലോ ഹേർട്സ് വലിയ യൂണിറ്റുമാണ്, അല്ലേ? വീണ്ടും ടേബിൾ നോക്കുക. ഹേർട്സ് ചെറിയ യൂണിറ്റും കിലോ ഹേർട്സ് വലിയ യൂണിറ്റുമാണ്. അപ്പം ഈ ചെറുതിനെ വലുതിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 10 × 10⁻³ കിലോ ഹേർട്സ് ആവും. ദാറ്റ് ഈസ് 10⁻² കിലോ ഹേർട്സ്. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് is we can see the next topic, the phase of the signal. We have already seen what is frequency, what is നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കണ്ടു, then frequency കണ്ടു. Next parameter is phase.
What is phase of a signal? Phase of a signal. So what is a phase of a signal? Phase describes the position of the waveform relative to time 0. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് വേവിനെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ എക്സ് ആക്സിസ് ടൈമും വൈ ആക്സിസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസുമാണ്. ഓക്കെ, അപ്പോൾ ഒരു വേവ് ഫോം എന്ന് പറയുന്നത് phase of a waveform is the position of the wave with respect to a time 0. ഈ ടൈം 0യിൽ വേവിൻ്റെ പൊസിഷൻ എന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് ദ ഫേസ്. ഓക്കെ, അപ്പോൾ ഈ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ വേവിൻ്റെ പൊസിഷൻ നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് ദ റെഫറൻസ് പോയിന്റ്, ദ ടൈം 0. ദ ഫേസ് ഡിസ്ക്രൈബ്സ് ദ എമൗണ്ട് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഓഫ് എ സിഗ്നൽ. ഓക്കെ, അതായത് ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഓഫ് എ സിഗ്നലാണ്. ഈ സിഗ്നൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന സിഗ്നൽ വേണമെങ്കിൽ കുറച്ച് ഷിഫ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഫോർവേഡ് ഷിഫ്റ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് ഡിഫറൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫോർവേഡ് ആൻഡ് ദ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ സിഗ്നൽ. ക്ലിയർ? അപ്പം ഇതിനെയാണ് നമ്മൾ ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ദിസ് ഈസ് എ സൈൻ വേവ്. സോ ദിസ് ഈസ് ദ ടൈം എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് വൈ ആക്സിസ്. ഇത് ഒരു സിഗ്നലാണ്. അപ്പോൾ ഈ സിഗ്നലിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫേസ് ചേഞ്ചിനെ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് യൂസിങ് ആൻ ആംഗിൾ. അപ്പോൾ ഈ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ആംഗിൾ 0 ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ 1/4 സൈക്കിൾ വരുമ്പോഴത്തേക്കും ദിസ് ഈസ് ഓഫ് ആംഗിൾ 90 ഡിഗ്രി ഓർ π/2. π/2 എന്ന് പറയുന്ന റേഡിയൻസ് ആണ്. റേഡിയൻസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് π/2 എന്നാണ്. ഓക്കെ, ആംഗിളിലും റെപ്രസെൻറ്റ് ചെയ്യാം, എന്താണ് റേഡിയൻസിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഇതാണ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഹാഫ് സൈക്കിൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് 180 ഡിഗ്രി ഫേസ് ചേഞ്ച് ആണ്. ഓക്കെ, ഒരു 3/4 സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് 270 ഡിഗ്രി. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 270, ഈ ഭാഗത്ത് 270 ഡിഗ്രിയാണ്. ഓക്കെ, അതിൻ്റെ റേഡിയൻ എന്ന് പറയുന്നത് 3/2 ആണ്. 3π/2 ആണ്. 3π/2 ആണ് അതിൻ്റെ റേഡിയൻ. ക്ലിയർ? 360 ഡിഗ്രി ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ആ ഭാഗത്താണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. 2π റേഡിയൻ ആണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫേസ് ഓഫ് എ സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫേസ് ചേഞ്ച് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫേസ് ചേഞ്ച് ഓഫ് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് ഓഫ് 90 ഡിഗ്രി കറസ്പോണ്ട്സ് ടു 1/4 ഓഫ് ദ സൈക്കിൾ അല്ലേ. അപ്പോൾ ഇതൊരു സിഗ്നലാണ്. ഇതിൽ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഒക്കർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 90 ഡിഗ്രി ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ മാറും. ഇവിടെ നമ്മൾ ബാക്കിലോട്ട് മാറുകയാണ്. കണ്ടോ, ഈ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദ സിഗ്നൽ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ അല്ലേ. ഇവിടെ കണ്ടോ, സിഗ്നൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇതാണ് ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടന്ന ഒരു സിഗ്നൽ. ഇതാണ് ക്ലിയർ? അതാണ് പറയുന്നത് ദ ഫേസ് ഷിഫ്റ്റ് ഓഫ് 90 ഡിഗ്രി കറസ്പോണ്ട് ടു ദ ഷിഫ്റ്റ് ഓഫ് 1/4 ഓഫ് ദ സൈക്കിൾ അല്ലെങ്കിൽ 1/4 സൈക്കിൾ. ക്ലിയർ? കണ്ടോ, അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് എന്ന് പറയുന്നത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ π/2 റേഡിയൻ ഫേസ് ഷിഫ്റ്റ്. ഇതാണ് ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള ഒരു സിഗ്നൽ. നെക്സ്റ്റ് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടക്കുമ്പോൾ ഉള്ള സിഗ്നൽ എങ്ങനെ വരും? ദിസ് ഈസ് എ സിഗ്നൽ. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി എന്ന് പറയുന്നത് ഈ പോർഷനാണ്, ഹാഫ് സൈക്കിൾ ഉള്ളതാണ് അല്ലേ. അപ്പോൾ 180 ഡിഗ്രി ഷിഫ്റ്റ് നടക്കുമ്പോഴത്തേക്കും ദ വേവ് ഫോം വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ഓക്കെ, കണ്ടോ, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ പാർട്ട് ഇങ്ങോട്ട് പോയി. കണ്ടോ, ഈ മുകളിലത്തെ ഈ ഒരു അപ്പർ ക്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതൊരു ഹാഫ് സൈക്കിൾ ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദ വേവ് ഫോം വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ 180 ഫേസ് ഷിഫ്റ്റ്. അപ്പോൾ ഇതാണ് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള ഒരു സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു 270 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള സിഗ്നൽ എങ്ങനെ ഇരിക്കും? ദിസ് ഈസ് ദ സിഗ്നൽ. ഇതിൽ ഈ പോയിന്റ് എന്നാണ് 270 ഡിഗ്രി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമ്മുടെ 3π/2 അല്ലെങ്കിൽ 3π/2 റേഡിയൻ അല്ലെങ്കിൽ 270 ഡിഗ്രി എന്ന് പറയുന്നത് ഈ പൊസിഷനാണ്. അപ്പോൾ 270 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള ഈ സിഗ്നൽ എങ്ങനെ വരും?
ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ദ സിഗ്നൽ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, സിഗ്നൽ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ ഇത് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ, അതാണ് ഇവിടെ കാണുന്നത്. ഇത്രയും പോർഷൻ ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഈ ഫേസ് ഓഫ് ദ സിഗ്നൽ എന്ന് പറയുന്നത് കേട്ടോ. ഫേസ് ഓഫ് ദ സിഗ്നൽ, ദ പൊസിഷൻ ഓഫ് ദ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു ദ ടൈം 0. ഓക്കെ, സീറോത്ത് പൊസിഷനിൽ ഉള്ള സിഗ്നലിൻ്റെ സീറോത്ത് ടൈമിൽ ഉള്ള സിഗ്നലിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 90 നമ്മൾ കണ്ടു, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കണ്ടു, 270 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കണ്ടു. ഇനി 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന സിഗ്നൽ ഇതാണ്. 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന സിഗ്നൽ ഉണ്ടോ? ദിസ് ഈസ് എ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന സിഗ്നൽ എങ്ങനെ ഇരിക്കും? ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ ഉണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഇത് വേറൊരു സിഗ്നലായിട്ട് വന്നു. ഓക്കെ, ഇത്രയും പോർഷൻ വിൽ ബി ഷിഫ്റ്റഡ് ബാക്ക്വേർഡ് ഉണ്ടോ, ഇത്രയും പോർഷൻ ഷിഫ്റ്റഡ് ബാക്ക്വേർഡ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഓർ എ പൈ റേഡിയൻ ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള ഒരു സിഗ്നലാണ്. ദിസ് ഈസ് നോൺ ആസ് ഒരു ഫേസ് എന്ന് പറയുന്നത്, ഫേസ് ഓഫ് എ സിഗ്നൽ. ഓക്കെ, ആൻഡ് ഫേസ് ഷിഫ്റ്റ് എന്താണെന്നുള്ളത്, വാട്ട് യു മീൻ ബൈ ഫേസ് ഓഫ് എ സിഗ്നൽ ആൻഡ് വാട്ട് യു മീൻ ബൈ ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, അത് നമ്മൾ കണ്ടു. ഇതിൻ്റെ തന്നെ വേറൊരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. എ സൈൻ വേവ് വിത്ത് ഫേസ് ഓഫ് 0 ഡിഗ്രി ഈസ് നോട്ട് ഷിഫ്റ്റഡ്. സൈൻ വേവ് വിത്ത് ഫേസ് ഓഫ് 0 ഡിഗ്രി. ഇപ്പോൾ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ അവിടെ ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടില്ല, അത് ആ സിഗ്നൽ തന്നെയാണ് കേട്ടോ, ആ സിഗ്നലാണ്. കാരണം 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനാണ്, അത് അവിടെ തന്നെ ഇരിക്കും. എ സൈൻ വേവ് വിത്ത് ഫേസ് ഷിഫ്റ്റ് ഓഫ് 90 ഡിഗ്രി ഷിഫ്റ്റഡ് ലെഫ്റ്റ് ബൈ 1/4 സൈക്കിൾ അല്ലേ, നമ്മൾ നേരത്തെ കണ്ടു. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. അപ്പോൾ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1/4 സൈക്കിളിലോട്ട് തുടങ്ങുന്ന ഒരു സിഗ്നലാണത്. ഓക്കെ, ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ലെഫ്റ്റ് ബൈ 1/4 സൈക്കിൾ. 1/4 സൈക്കിളിൽ അവർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എ സൈൻ വേവ് വിത്ത് ഫേസ് ചേഞ്ച് ഓഫ് 180 ഡിഗ്രി ഈ ഷിഫ്റ്റഡ് ലെഫ്റ്റ് ബൈ ഹാഫ് സൈക്കിൾ. ഓക്കെ, ഈ പൊസിഷനാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഹാഫ് സൈക്കിൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറിയതാണ് അല്ലേ, ഇതാണ് അങ്ങനത്തെ സിഗ്നൽ. ക്ലിയർ? അപ്പോൾ അതിൻ്റെ സെയിം എക്സാമ്പിൾ തന്നെയാണത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് വേവ് ലെങ്ത്. വാട്ട് ഡു മീൻ ബൈ വേവ് ലെങ്ത് ഓഫ് എ സിഗ്നൽ? വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ സിഗ്നലിൽ 2 റെഫറൻസ് പോയിൻ്റ് എടുക്കും. ഓക്കെ, 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 റെഫറൻസ് പോയിൻ്റ് എടുക്കും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ വേവ് ലെങ്ത് ഓഫ് എ സിഗ്നൽ റെഫേഴ്സ് ടു ദ ലെങ്ത് ഓർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഐഡൻറ്റിക്കൽ പോയിൻറ്റ്സ് ഓഫ് ദ നെയ്ബറിംഗ് സൈക്കിൾ ഓഫ് ദ വേവ് സിഗ്നൽ. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് എടുത്തു. ഓക്കെ, ഇതുപോലെ ഇരിക്കുന്ന വേറൊരു ഈ സിഗ്നലിൽ ഇതുപോലെ ഇരിക്കുന്ന ഈ അപ്പർ ക്രസ്റ്റിൽ ഇതുപോലെ ഇരിക്കുന്ന വേറൊരു പോയിന്റ് ഏതുണ്ട്? ഇതാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മളിപ്പോൾ ലോവർ ഇതാണ് ട്രഫാണ് എടുക്കുന്നത് നോക്കിയായിരിക്കുക. ഇപ്പോൾ ലോവർ ട്രഫിൽ ഇതുപോലെ ഇരിക്കുന്ന ലോവർ ട്രഫ് അടുത്ത് ഏതാണ്? ഇത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായിരിക്കും വേവ് ലെങ്ത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പോർഷനായിരിക്കും എടുക്കുന്നത് വിചാരിക്കുക, ഈ ഒരു പോയിന്റ്. ഓക്കെ, നമ്മൾ അപ്പർ ക്രസ്റ്റിൽ നിന്ന് താഴോട്ട് വരുന്ന ഒരു സ്ലൈഡിങ് ഏരിയ. ഓക്കെ, അതുപോലെ ഇരിക്കുന്ന വേറെ പോർഷൻ ഏതുണ്ട്? തൊട്ടടുത്തുള്ള ഇതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദിസ് ഇസ് നോൺ ആസ് ദ വേവ് ലെങ്ത്. ക്ലിയർ? സോ വേവ് ലെങ്ത് റെഫേഴ്സ് ടു ദ ലെങ്ത് ഓർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഐഡൻറ്റിക്കൽ പോയിൻറ്റ്സ് ഓക്കെ ഓഫ് എ നെയ്ബറിംഗ് സൈക്കിൾ. നെയ്ബറിംഗ് സൈക്കിൾ ആവണം. ഓക്കെ, ഇതിപ്പോൾ ഒരു സൈക്കിളല്ലേ, അതിനടുത്തുള്ള സൈക്കിൾ, തൊട്ടടുത്തുള്ള സൈക്കിൾ തന്നെ ആയിരിക്കണം. ഇത് ഇവിടെ എടുത്തു, ഇനി അടുത്ത 4 സൈക്കിൾ കഴിഞ്ഞിട്ടുള്ള ഐഡൻറ്റിക്കൽ പോയിൻ്റ് അല്ല എടുക്കേണ്ട, തൊട്ടടുത്തുള്ള എന്താണ് നെയ്ബറിംഗ് സൈക്കിളിലുള്ള ഐഡൻറ്റിക്കൽ പോയിന്റ് തന്നെ എടുക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് ദ വേവ് ലെങ്ത്. ഓക്കെ, സോ വേവ് ലെങ്ത് റെഫേഴ്സ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഐഡൻറ്റിക്കൽ പോയിന്റ്സ് ഓഫ് നെയ്ബറിംഗ് സൈക്കിൾ ഓഫ് എ വേവ് സിഗ്നൽ ഈസ് നോൺ ആസ് വേവ് ലെങ്ത്. ഇപ്പോൾ വേവ് ലെങ്ത് നമുക്ക് നമ്മൾ സാധാരണ മൈക്രോമീറ്ററിലാണ് പറയുന്നത്, സെൻറ്റിമീറ്റേഴ്സിലും പറയാം, മീറ്റേഴ്സിലും പറയാം. വേവ് ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ മീറ്റേഴ്സ്, സെൻറ്റിമീറ്റേഴ്സ് ഓർ മൈക്രോമീറ്റേഴ്സ്. ഓക്കെ, എനിത്തിങ്. ഇനി രണ്ടാമത്തെ പോയിന്റ് വേവ് ലെങ്ത്തിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദ വേവ് ലെങ്ത് വിൽ ബി ഡിക്രീസ്ഡ്. ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പം നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് എ സിഗ്നൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് ഹയർ ദ ഫ്രീക്വൻസി ഷോർട്ടർ ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത് കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഫ്രീക്വൻസി കുറയുന്നതനുസരിച്ച് ഇത് വേവ് ലെങ്ത് കൂടും. അപ്പോൾ ഈ സിഗ്നൽ നോക്കുക, ഇതൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. ഓക്കെ,
എങ്ങനെയാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസിയും ലോ ഫ്രീക്വൻസിയും സിഗ്നൽ തിരിച്ചറിയുന്നത്? ഹൈ ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് വേവ് ഫോംസ് വരും. ഓക്കെ, ഒരുപാട് സൈക്കിൾസ് വരുന്നതാണ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. കുറഞ്ഞ സൈക്കിൾസ് വരുന്നതാണ് ലോ ഫ്രീക്വൻസി സിഗ്നൽ. ഇവിടെ കണ്ടോ ഒരുപാട് സൈക്കിൾസ് വരുന്നുണ്ടോ? ഇവിടെ സൈക്കിൾസ് കുറവാണ്. അപ്പോൾ സൈക്കിൾസ് കൂടിയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ വേവ് ലെങ്ത് എടുക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ഐഡൻറ്റിക്കൽ പോയിൻ്റ് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ വേവ് ലെങ്ത് ഇത്രയും കിട്ടി. ഓക്കെ, ഇനി ഇവിടെ എടുക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെ അതുപോലെ ഐഡൻറ്റിക്കൽ പോയിൻ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത്രയും ഡിസ്റ്റൻസ് കിട്ടി. ഏതാണ് കൂടുതൽ? ഇതല്ലേ കൂടുതൽ. ഓക്കെ, സോ ലോ ഫ്രീക്വൻസി സിഗ്നൽ ഈസ് ഹാവിങ് high wavelength and high frequency signal is having short wavelength. Okay, that is why we can say that wavelength of a signal is inversely proportional to the frequency. Clear? Is a main idu highlight cheyenda oru point aanu. Okay, now wavelength namukku calculate cheyan namukku formula undu. The wavelength can be calculated if the propagation speed and the period of the signal. Wavelength നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ പ്രൊപ്പഗേഷൻ സ്പീഡ് ഓഫ് ദ ലൈറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ പീരീഡ്. ഓക്കെ, ഇപ്പോൾ പീരീഡ് എന്ന ടൈം പീരീഡ് നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്. പീരീഡ് എന്ന് പറയുന്നത് 1/f ആണ്. പീരീഡ് എന്ന് പറയുന്നത് t = 1/f. വി ഓൾറെഡി സീൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ പ്രൊപ്പഗേഷൻ സ്പീഡ് ഇൻറ്റു പീരീഡിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, പ്രൊപ്പഗേഷൻ സ്പീഡ് ബൈ ഫ്രീക്വൻസി, ബിക്കോസ് പീരീഡ് ഈസ് 1/frequency. ഓക്കെ, സോ ലാംഡ ഈസ് the period propagation speed by frequency. We can write lambda is propagation speed by frequency. So what do you mean by this propagation speed? Propagation speed is the speed of the light. ലൈറ്റിൻ്റെ സ്പീഡായിരിക്കും നമ്മൾ ഈ വേവിൻ്റെ സ്പീഡായിട്ട് നമ്മൾ കണക്കിനെടുക്കുന്നത്. ഓക്കെ, സോ പ്രൊപ്പഗേഷൻ സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡാണ്. എത്രയാണ്? 3 × 10⁸ ആണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു വേവ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ബൈ ഇറ്റ്സ് ഫ്രീക്വൻസി എടുക്കുമ്പോഴത്തേക്കും വേവ് ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ വേവ് ലെങ്ത് ഓഫ് റെഡ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ലാംഡ = c/f. ആദ്യം c എന്ന് പറയുന്നത് 3 × 10⁸ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ 4 × 10⁻14 ചെയ്യുക. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടുന്നത് 0.75 മൈക്രോമീറ്ററാണ്. നമുക്ക് ആദ്യം മീറ്ററിൽ കിട്ടി, അത് നമുക്ക് മൈക്രോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താണിത്. ഓക്കെ, 0.75 മൈക്രോമീറ്റർ. ഓക്കെ, സോ വേവ് ലെങ്ത് ലാംഡ = c/f. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോമ്പോസിറ്റ് സിഗ്നൽ. അപ്പോൾ നമ്മൾ ഒരു സിഗ്നലിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഒരു സിഗ്നലിൽ നമ്മൾ സൈൻ വേവിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്ക് ഒരു സമയത്ത് ഒരു സിഗ്നൽ മാത്രമല്ല സെൻഡ് ചെയ്യേണ്ട, മൾട്ടിപ്പിൾ സിഗ്നൽസ് നമുക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സിഗ്നലിൻ്റെ അകത്ത് വി വിൽ ബി ഇൻ്റഗ്രേറ്റിംഗ് മൾട്ടിപ്പിൾ സിഗ്നൽസ്. സച്ച് സിഗ്നൽസ് ആർ നോൺ ആസ് കോമ്പോസിറ്റ് സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് സിഗ്നൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സിമ്പിൾ സൈൻ വേവ്സ്. ഓക്കെ, ഒരുപാട് സൈൻ വേവ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഒരു കോമ്പോസിറ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, എ സിംഗിൾ ഫ്രീക്വൻസി സൈൻ വേവ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ ദ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. വി നീഡ് ടു സെൻഡ് കോമ്പോസിറ്റ് സിഗ്നൽ, എ സിഗ്നൽ മെയ്ഡ് അപ്പ് ഓഫ് മെനി സിമ്പിൾ സൈൻ വേവ്സ്. അപ്പോൾ ഒരു ഫ്രീക്വൻസി കൊണ്ടുള്ള ഒരു സിഗ്നൽ കൊണ്ട് നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഒരു ഉപയോഗമില്ല, അത് നമുക്കറിയാം. ഓക്കെ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സമയത്ത് ഒരുപാട് ഫ്രീക്വൻസീസ് വേണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രീക്വൻസീസ് ഉള്ള സെറ്റ് ഓഫ് സിഗ്നൽസ് നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൺലി സെൻഡ് ത്രൂ കോമ്പോസിറ്റ് സിഗ്നൽസ്. അങ്ങനത്തുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്, ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഫേസസ്. അപ്പോൾ കോമ്പോസിറ്റ് സിഗ്നലിൻ്റെ അത് കോമ്പിനേഷൻ ഓഫ് സിഗ്നൽസ് എന്ന് പറഞ്ഞു. എല്ലാ സിഗ്നൽസിനും ഒരേ ഫ്രീക്വൻസിയും ഒരേ ആംപ്ലിറ്റ്യൂഡും ഒരേ ഫേസ് ഒന്നും അല്ല. എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ കണ്ടോ, ഈ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ്. ഓക്കെ, ലോ ഫ്രീക്വൻസിയിലാണ് ഈ സംഭവം ഓടുന്നത്. ഓക്കെ, അതിന് താഴെയുള്ള സിഗ്നൽ നോക്കിക്കേ, കണ്ടോ, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, കൂടുതലാണ്. ഇത് ഫ്രീക്വൻസി കുറവാണ്. അതിന് നേരെ കാണുന്ന താഴെയുള്ള ഫ്രീക്വൻസി എന്ന് കുറച്ചുകൂടെ കൂടുതലാണ്. ഓക്കെ, ഏറ്റവും ചെറിയ ഫ്രീക്വൻസി ഉണ്ട്, ഏറ്റവും ചെറിയ സിഗ്നൽ ഉണ്ടോ, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറവും ആദ്യത്തെ കുറവും മറ്റത് കുറച്ച് കൂടുതലാണ്. ഏറ്റവും താഴെ കാണുന്നത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി മാത്രമല്ല കൂടിയിരിക്കുന്നത്,
ആംപ്ലിറ്റ്യൂഡും കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇത്രയാണ്. ഓക്കെ, രണ്ടാമത്തെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇത്രയാണ്, മൂന്നാമത്തെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്, രണ്ടാമത്തേൻ്റെ ചെറുതാണ്, മൂന്നാമത്തേൻ്റെ തീരെ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫ്രീക്വൻസി. അപ്പോൾ ഫേസും വ്യത്യാസമുണ്ട് കേട്ടോ, ഫേസുകളിലും വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് 0 സ്റ്റാർട്ട് ചെയ്തു, ഇത് നമുക്ക് ഹാഫ് സൈക്കിളിൽ സ്റ്റാർട്ട് ചെയ്തു, ഇത് നമുക്ക് ഏകദേശം ഇത് ഏകദേശം ഹാഫ് സൈക്കിളിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, സോറി, ഹാഫ് അല്ല, ഇത് 1/4 ഇത് ഏകദേശം ഹാഫ് സൈക്കിളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫ്രീക്വൻസിയിലും ആംപ്ലിറ്റ്യൂഡിലും ഫേസിലും എല്ലാം വ്യത്യാസം വരുന്ന കോമ്പിനേഷൻ ഓഫ് സിഗ്നൽസ് ആർ നോൺ ആസ് കോമ്പോസിറ്റ് സിഗ്നൽസ്. ഓക്കെ, so this is another composite signal. This is an example for another composite signal. It is given in the textbook. Now we can see the topic bandwidth. What do you mean by bandwidth? Bandwidth is nothing but the highest and the lowest frequencies in a composite signal. Composite signal എന്താണെന്നുള്ള പറഞ്ഞു. കോമ്പോസിറ്റ് സിഗ്നലിനകത്ത് മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് അടങ്ങിയിട്ടുള്ള സിഗ്നൽസ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് ആ സിഗ്നലിൽ ഹയസ്റ്റ് ഫ്രീക്വൻസിയും ലോവസ്റ്റ് ഫ്രീക്വൻസിയും തമ്മിലൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വി വിൽ take the composite signal into consideration. In that composite signal we will take the highest signal and we will also take the lowest signal. We will subtract it. That is known as the bandwidth of the signal. Okay, so the range of the frequency contained in the composite signal is the bandwidth. The range of the frequencies contained in the composite signal is known as bandwidth. അപ്പോൾ ഇതുപോലെ ഒരു റേഞ്ച് ഓഫ് സിഗ്നൽസ് ഉണ്ട്. കോമ്പോസിറ്റ് സിഗ്നൽസ്, ഇതൊരു കോമ്പോസിറ്റ് സിഗ്നലാണ്. ഇതിനകത്ത് ഒരുപാട് ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഇതിൽ നമുക്ക് 1000 ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, പിന്നെ അത് കൂടി ഇടയ്ക്ക് കൂടി വീണ്ടും കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5000 ആണ്. ഓക്കെ, ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 5000 മൈനസ് 1000, ദാറ്റ് ഈസ് 4000 ഈസ് ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദിസ് സിഗ്നൽ. ഓക്കെ, 4000 ആണ് ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസി മൈനസ് ലോവസ്റ്റ് ഫ്രീക്വൻസി ഇൻ എ കോമ്പോസിറ്റ് സിഗ്നൽ, അതാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡെഫിനിഷൻ പറയാം, റേഞ്ച് ഓഫ് ദ ഫ്രീക്വൻസീസ് കണ്ടെയ്ൻഡ് ഇൻ ദ കോമ്പോസിറ്റ് സിഗ്നൽ ഈസ് നോട്ട് ദ ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, കുറേ കളക്ഷൻ ഓഫ് സിഗ്നൽസ്, കോമ്പോസിറ്റ് സിഗ്നലുള്ള കുറേ കളക്ഷൻ ഓഫ് ഫ്രീക്വൻസീസ് ആണ് നമ്മൾ ബാൻഡ്വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതിലുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസിയും ലോവസ്റ്റ് ഫ്രീക്വൻസീസ് തമ്മിലുള്ള സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് എ കോമ്പോസിറ്റ് സിഗ്നൽ കണ്ടെയ്ൻസ് ഫ്രീക്വൻസി ബിറ്റ്വീൻ 1000 and 5000, ഇസ് ബാൻഡ്വിഡ്ത്ത് ഈസ് 5000 മൈനസ് 1000. ഓക്കെ, ഇറ്റ് ഈസ് 4000. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒരു ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു സിഗ്നലിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ ടേംസുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടത്? ആദ്യം നമ്മൾ സിഗ്നൽ എന്താണെന്ന് പറഞ്ഞു, സൈൻ സിഗ്നൽ എന്താണെന്ന് പറഞ്ഞു. ദെൻ വി ഹാവ് സീൻ ദ പാരാമീറ്റേഴ്സ്, ഡിസ്കസ് ദ പാരാമീറ്റേഴ്സ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അറിയാം അല്ലേ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി വാല്യൂ ഓഫ് എ സിഗ്നലാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പീരീഡ് എന്താണെന്നറിയാം, ഫ്രീക്വൻസി എന്താണെന്നറിയാം. ക്ലിയർ? അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ അത് നമുക്ക് പിന്നെ നമ്മൾ ഈ യൂണിറ്റ് കൺവേർഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഫേസും പറഞ്ഞു. ഓക്കെ, ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പോസിറ്റ് സിഗ്നൽ, ദെൻ ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ വേവ് ലെങ്ത് പറഞ്ഞു. ഓക്കെ, ദെൻ കോമ്പോസിറ്റ് സിഗ്നൽ, ദെൻ ബാൻഡ്വിഡ്ത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് കറക്റ്റായിട്ട് പഠിക്കുക. താങ്ക് യു.